വയനാട് തലപ്പുഴയിൽ കടുവാ സാന്നിധ്യം, കടുവയുടെ ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, ഇത് ജനവാസ മേഖലയോട് ചേർന്നാണോ ഈ കടുവാ സാന്നിധ്യം കാണാൻ കഴിഞ്ഞത്? വനം വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് ഈ CCTV ദൃശ്യങ്ങൾ എത്തിയിട്ടുണ്ടോ സുർജിത്ത്? കാശ്മീർ തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വനം വകുപ്പിന്റെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. 15-ാം തീയതി പുലർച്ചെ 3 മണിക്കുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തലപ്പുഴയിലെ CCTV ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാൽപ്പാട് കണ്ടിരുന്നു. ആ കാൽപ്പാട് കണ്ട തലപ്പുഴ പാൽ സൊസൈറ്റിക്ക് അടുത്താണ് ഇപ്പോൾ കടുവയുടെ ദൃശ്യം CCTV-യിൽ പതിഞ്ഞിരിക്കുന്നത്. മാനന്തവാടി കണ്ണൂർ പ്രധാന പാതയാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന റോഡ്. ഇതിന് അടുത്തു തന്നെയാണ് ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളത്. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തും കഴിഞ്ഞ ദിവസം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇതിനടുത്തുള്ള പ്രദേശമാണ് ഇത്. എന്തായാലും ഇന്നലെ ഈ പ്രദേശത്ത് കണ്ട കാൽപ്പാട് കടുവയുടേതാണെന്നുള്ള സ്ഥിരീകരണം വനം വകുപ്പ് നടത്തിയിട്ടുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ച് നിരന്തരം കടുവ ഇറങ്ങുന്ന പ്രശ്നമുണ്ട്. ജനവാസ മേഖലയാണ്, തോട്ടം മേഖലയാണ്. ഇവിടെ എല്ലാം തന്നെ ഈ കടുവയുടെ സാന്നിധ്യമുള്ളത് വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ തലപ്പുഴ കമ്പിപ്പാലത്ത് സമാനമായ രീതിയിൽ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി പലയിടങ്ങളിലായി കടുവയെ കാണുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. തവിഞ്ഞാൽ പഞ്ചായത്ത് നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം രാത്രികാലങ്ങളിലൊന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത് എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ തവിഞ്ഞാൽ പഞ്ചായത്ത് അധികൃതരും നൽകിയിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കടുവാ ഭീതി ആ മേഖലയ്ക്ക് പുതിയതല്ല. വീണ്ടും പക്ഷേ കടുവ ഒരു CCTV-യിൽ പെടുകയാണ്. ഈ പറഞ്ഞ ക്യാമറ ട്രാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുമായിരിക്കും വനം വകുപ്പ് എന്ന് വിചാരിക്കാം.